ടൈഗർ മാനു. ഡേറ്റ് ഓഫ് ബർത്ത് എടാ അവൻ്റെ പേരെല്ലാം ഉണ്ടോ അവിടെ? സിംഹം, കടുവ, പുള്ളിപ്പുലി. നമുക്ക് കാണേണ്ട ആരാണ്? സിംഹം. നമ്മളിപ്പോൾ തിരുവനന്തപുരം മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറാൻ പോവാണ്. ഇവിടെ നമുക്ക് കാണാം കാർ പാർക്കിംഗ് 150 രൂപയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും സ്പോട്ട് ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താനേ കഴിയുള്ളൂ. തിരുവനന്തപുരം സൂവിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് നമ്മൾ സൂ കവാടം കയറിയിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് ഇതിൻ്റെ കൗണ്ടറും കാര്യങ്ങളും നമുക്ക് അറിയില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. സാർ അത് ഏതിലാണ് പോകേണ്ടത്? സൂ കൗണ്ടറല്ല അവിടെയാണ്, ഇതുവഴി പോകാനാണ് പറഞ്ഞത്. നമുക്ക് നടക്കാം. ടിക്കറ്റ് കൗണ്ടർ 200 മീറ്റർ. മൃഗശാല ടിക്കറ്റ് കൗണ്ടർ 200 മീറ്റർ. ഇതെവിടെ കാണാം? ബോർഡ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. തിങ്കൾ അവധിയാണ് കേട്ടോ. ഇനിയിപ്പോൾ സൂവിൽ വന്നിട്ട് തിങ്കളാഴ്ച വന്ന് മടങ്ങി പോകാൻ നിൽക്കണ്ട, തിങ്കളാഴ്ച വരാൻ നിൽക്കണ്ട, തിങ്കളാഴ്ച അവധിയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് മടങ്ങി വന്നൊരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി അത് പറ്റിക്കൂടാ. നമ്മൾ നമ്മുടെ സൂ എൻട്രി ചെയ്തിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്തിട്ടുള്ളൂ. കാട്ടുപോത്തുണ്ട്, ആന, ഒരു ചെറിയൊരു ആനൻ്റെ അത്ര വലുപ്പമുണ്ട് കേട്ടോ. ഇത് വേറെ വലിയ പോത്ത് അവിടെ ഇരിക്കുന്നു. ഇതവിടെ സിംഹവാലക്കുരങ്ങുണ്ട്. നമ്മൾ മൂന്നാറിൽ പോയപ്പോൾ നമ്മൾ ഭക്ഷണം വെച്ചപ്പോൾ നമ്മളെ കുറച്ചൊന്ന് ശല്യപ്പെടുത്തിയായിരുന്നു ഈ സഹോദരൻ. എന്തായാലും ഇതിവിടെ കാണാൻ പറ്റുന്നുണ്ട്, നല്ല അടിപൊളി സിംഹവാലക്കുരങ്ങൻ. അപ്പം നമുക്ക് കൂടുതൽ നടന്നു നോക്കാം. നമുക്ക് പ്രത്യേകിച്ച് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതെല്ലാം സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമ്മളിപ്പോൾ കാട്ടുപോത്തിനെയും മറ്റേ സിംഹവാലക്കുരനെയും കണ്ടിട്ടുണ്ട്. എത്രയോ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാണിത്. ഓൾക്ക് വേണ്ട ഭക്ഷണവും ഓൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം ആ രീതിയിൽ ശരിയാണ്. ഇത് നോക്ക്, ഇതിൻ്റെ പേര് ബ്ലൂ ആൻഡ് യെല്ലോ മക്കാവു എന്നാണ്. പേര് പോലെ തന്നെ മഞ്ഞയും നീലയും നിറമുള്ള നല്ല സുന്ദരമായ പക്ഷികളും കണ്ടുവരുന്ന ഒരു തരം. ബ്രസീൽ പോയിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചതാണ്. ഞാൻ കരുതി ജസർ എന്നും തള്ളുന്ന പോലെ ബ്രസീലിൽ പോയി തള്ളാന്നുള്ളൊരു ആ ഒരു കൺസെപ്റ്റിൽ എത്തിയെന്നുള്ള ഒരു ഇതിലാണ്. അതെല്ലാം നമുക്ക് പോയി നോക്കാം. പക്ഷികളെ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും നമ്മുടെ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് പോയി നോക്കാം. കിങ്ങില്ലെങ്കിൽ ക്വീനെ തന്നെ കണ്ടാൽ മതിയായിരുന്നു. കുറച്ചങ്ങ് മുന്നോട്ട് വന്നപ്പോൾ നമുക്കിത് ഇവിടെ മാനിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വെള്ള കളറുള്ള മാനും അതുപോലെ ബ്രൗൺ കളറുള്ള മാനും എല്ലാം ഇതിനകത്തുണ്ട്. വെള്ള മാൻ ഐ മീൻ വൈറ്റ് മാൻ എന്താണെന്ന് അത് അറിയില്ല. വെള്ള കളറുള്ള മാനാണ്. അപ്പോൾ നമ്മൾ കടുവനെ കാണാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കടുവ കുറച്ചങ്ങോട്ട് നടന്നാൽ അവിടെ ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കടുവ കഴിഞ്ഞിട്ട് അതെ അതെ അതെ. അപ്പോൾ എന്തായാലും നമുക്ക് മെയിനായിട്ട് കാണേണ്ടത് കടുവയാണ്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആ വെള്ളത്തിനടിയിൽ ഹിപ്പോപ്പൊട്ടാമസിനെയാണ്. നമ്മൾ അധികം ആരും കണ്ടിട്ടില്ലാത്ത, അധികം ആർക്കും പരിചയമില്ലാത്ത, എന്നാൽ ഒരുപാട് കേട്ടിട്ടുള്ള ഹിപ്പോപ്പൊട്ടാമസ് എന്ന് പറഞ്ഞാൽ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരിനം ജീവിയാണത്. മുതലയെ പോലെ തന്നെ കരയിലും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഹിപ്പോപ്പൊട്ടാമസിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ സുഹൃത്തുക്കളെ ഇത് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ചളിയിൽ മുങ്ങി ചളിയിൽ തന്നെയാണ്. ഇതൊരു ചളിയായിട്ട് എന്തോ ഒരു താല്പര്യ കക്ഷിയാണെന്ന് തോന്നുന്നു. ചളിക്കകത്ത് തന്നെയാണ് എല്ലായ്പ്പോഴും ഇത് കാണുന്നത്. വെള്ളം കുറച്ച് ചളി ഇവിടെ കുറച്ച് ചളി കൊടുത്തിട്ടുണ്ട്, അവിടെയും കുറച്ച് ചളി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് മാനുണ്ട് കേട്ടോ, കണ്ടോ? ഇത് ഹിപ്പോപ്പൊട്ടാമസ് അല്ല, ഇത് റീനോ ആണ്. ഇത് ഹിപ്പോപ്പൊട്ടാമസിന്റെ തന്നെ മറ്റൊരു ഇനം. ബാഹുബലിന്റെ ഡ്രസ്സ് മാതിരി സെമീർ തగ్గടിക്കുന്നുണ്ട്. ബാഹുബലി ഡ്രസ്സ് മാതിരി എന്നൊക്കെ പറയുന്നുണ്ട്.
പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവിടെ മാനുണ്ട്, ഇവിടെ റീനോ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് രണ്ടും നല്ല ശാന്തമായ രീതിയിൽ ജീവിക്കുന്ന രണ്ട് ജീവികളാണ്. കാരണം ഇത്രയും വലിയൊരു ജീവൻ്റെ അടുത്ത് അത്രയും ചെറിയ ജീവനെ കൊണ്ട് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അക്രമസക്തരാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുണ്ടാവില്ല എന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് രണ്ട് ജീവികളും ഇത് കണ്ടോ ഒരുമിച്ച് അവരൊരു സമൂഹം ഒരു ഫാമിലിയെ പോലെ അവർ കഴിയുന്നുണ്ട്. ഏത് ഇത് ഇവിടെ ഹിപ്പോപ്പൊട്ടാമസ് ഇവിടെ ഉണ്ട്. വെള്ളത്തിനകത്താണ് ഫുൾ ടൈം ഇവർ നിൽക്കുന്നതെന്ന് തോന്നുന്നു. വെള്ളത്തിനകത്ത് തന്നെയാണ് ഉള്ളത്. വാവ്, അടിപൊളി അടിപൊളി. എത്ര ഉണ്ട് നോക്കണം. ഏറ്റത്തിൻ്റെ പേര് അറിയില്ല, പക്ഷെ ഇത് പല ഇനം മാനുകൾ ഇവിടെ ഉണ്ട്. പുള്ളിമാനുണ്ട്, കലമാനുണ്ട്, പിന്നെ വെള്ളമാനെ നമ്മൾ മുകളിൽ കണ്ട്. പക്ഷെ ഇത് ഒരു പ്രത്യേക ഇനം മാൻ തന്നെയാണ്. ഇവർക്ക് എല്ലാ ജീവികൾക്കും ചെളി കുറച്ച് താല്പര്യമുള്ളതെന്ന് തോന്നില്ല. ചെളിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ചെളി അവരുടെ ജീവിതത്തിന് ഒരു എന്താ പറയുക, അത് അഭിവാജ്യ ഘടകം തോന്നുന്നു. നമുക്ക് വെള്ളവും വായുള്ള പോലെ അവർക്ക് ചെളി ജീവിക്കാൻ അവർക്ക് ചെളി മസ്താന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് എല്ലാ ഏരിയയിലും ചളി നമുക്ക് കാണുന്നുണ്ട്. അപ്പുറത്ത് റീനോ ആയാലും ഇവിടെ മാനായാലും ചളി നന്നായിട്ട്. ഇത് മഴ പെയ്ത് ചളി ഏതാണോ അത് അങ്ങനെ തന്നെയാണത് ചളി ഉണ്ടാക്കുന്നല്ലേ. ഇതിൻ്റെ പേരെന്താണ് കേട്ടോ? മ്ലാവ്. ഇത് മ്ലാവാണ് കേട്ടോ, മാന് മ്ലാവ്. അപ്പോൾ ചെളി ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ചെളി ഉണ്ടാക്കുന്നതാണ്. അവർക്ക് ജീവിക്കാൻ അനുസൃതമായ രീതിയിൽ ഇവിടെ ഭൂപ്രകൃതിയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചെളി ഇത് മഴ പെയ്തിട്ട് ആയതല്ല, ചെളി അവർ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണേണ്ട ആരാണ്? സിംഹം സിംഹത്തെ കാണാൻ പോകുന്നത്. അപ്പോൾ കടുവയുണ്ട് അവിടെ, സിംഹമുണ്ട്. നമുക്ക് രണ്ടിനെയും കാണണം. അതിനു വേണ്ടിയാണ് ഈ നടത്തം. നമുക്ക് നടന്നു നോക്കാം. ഒരു 500 പുള്ളിമാൻ ഇവിടെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. 50,000 ഒന്നും ഉണ്ടാവില്ല, 500 ഉണ്ടാവും. എന്തോ കണ്ടിട്ട് എന്തൊക്കെയോ പറയാണ്ട് സെലീന്. എണ്ണി നോക്കിയാൽ 500 പുള്ളിമാൻ എന്തായാലും ഉണ്ടാവും. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഗാർഡനോട് ചോദിച്ചു നോക്കാം. ഇത് ഇതിനുള്ളിൽ തന്നെ 1 2 3 5 6 10 20 ഇതിൻ്റെ ഉള്ളിലുണ്ട്. വളരെ ടാസ്ക് ഏറിയ ഒരു കാര്യം തന്നെയാണ് ഈ മൃഗശാല കൊണ്ട് നടക്കുക. ഈ പള്ളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം ഫുഡാണ്. ഇത് മാത്രമല്ല, ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നാൽ നമുക്ക് ആർക്കും അതിനിടക്ക് അസുഖം വന്നത് പോലും പറയാൻ പറ്റില്ല. അതൊക്കെ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസകരമായ കാര്യം തന്നെയാണ്. പല മേഖലകൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഇതിൽ. ഇവരിതിൽ എത്രത്തോളം വിജിലൻ്റ് ആണെന്ന് നമുക്കിതിന് മനസ്സിലാക്കുക. അത് എവിടെയുണ്ട് പുള്ളിമാൻ? അപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഇതിനുള്ളിൽ തന്നെ 100 ഉണ്ടാവും. നല്ല ശാന്തമായ നല്ല എന്താ പറയുക, അനങ്ങാതെ നിൽക്കുന്നുണ്ട് അല്ലേ? അതെ, നല്ല ഒരേ പൊസിഷനിൽ ഒന്നും ചെയ്യാത്ത നല്ല എന്താ പറയുക സ്നേഹവും സാഹോദര്യത്തോടും കഴിയുന്ന എത്രയോ നല്ല പുള്ളിമാനുകളെയാണ് നമ്മൾ കാണുന്നത് സുഹൃത്തുക്കളെ. എന്തായാലും കുറച്ചും കൂടി അങ്ങ് പോയാൽ നമുക്ക് സിംഹത്തെ കാണാം, അതുപോലെ നമുക്ക് കടുവയെ കാണാം, കാട്ടിലെ രാജാവിനെ നമുക്ക് കാണാം. കുറച്ച് മുന്നിൽ പോയാൽ സിംഹം, കടുവ, പുള്ളിപ്പുലി, 3 ഇനം ജീവികളെ നമുക്കിവിടെ കാണാൻ പറ്റും. കാട്ടിലെ രാജാക്കന്മാർ ഇതേ ഇവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചപ്പുറത്ത് ഇത് ഉറങ്ങുന്നത് എന്താണെന്നറിയില്ല. അവർ പകലാണ് ഉറങ്ങുന്നതെന്ന് തോന്നുന്നു, അതോ രാത്രി ഉറങ്ങുമെന്ന് അറിയില്ല. പകൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരും ഒന്ന് എണീറ്റിങ്ങ് വന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടായിരുന്നു. പക്ഷേ അതിനുള്ള ചാൻസ് ഇവിടെ ഇല്ല. ഇത് കുറച്ചടുത്ത് പോയാൽ നമുക്ക് വേറെ ആളെ കാണാൻ പറ്റും. അവിടെ നമുക്ക് പോയി നോക്കാം. ആഹാ, എന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടോ? എൻ്റെ റബ്ബേ. ഇത് കണ്ടോ? ഇതിന് മാംസം, വലിയ വലിയ മാംസത്തിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇത് നോപ്പ് കണ്ടോ? ഇത് എണീറ്റിട്ടുണ്ട് അവിടുന്ന്. ഭക്ഷണം കഴിക്കുമോ എന്ന് നോക്കാം നമുക്ക്. ഇതെങ്ങാനും കൂട് പൊട്ടി പുറത്ത് വന്നാൽ എൻ്റെ അവസ്ഥ. അയ്യോ, നോക്കടാ. അതെ, കടുവ എങ്ങനെ ബന്ധിച്ച് വെച്ചിരിക്കല്ലേ? അടച്ചോനെ, ശബ്ദം തന്നെ കേട്ടിട്ട് പേടിയാവുന്നു. എന്തിനാലേ ഇവരെങ്ങനെ അടച്ചിടാൻ പാടില്ല? സിംഹം ഇവിടെ, സിംഹം 7 കിലോ ഒരു ദിവസമോ? ഒരു ദിവസം 7 കിലോ ഇറച്ചി
നമ്മളത് ഈ ആശാന് വേണം ഒരു ദിവസം 7 കിലോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചിലവാകുന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ കടുവയുടെ അവസ്ഥയാണ്, സിംഹത്തിന് ചിലപ്പോൾ 20 കിലോ ആവാം. ഞാനിപ്പോൾ അതല്ല ആലോചിക്കണേ, ഇത് പെട്ടെന്ന് നിന്റെ ഇതൊക്കെ പൊട്ടിച്ച് വന്നിട്ട് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ഇത് പൊട്ടിച്ച് വന്നാൽ നമുക്ക് നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ചെയ്തോളും. പൊട്ടിച്ച് വരൂല, നമ്മൾ എന്ത് ചെയ്യുമല്ലേ? ഒന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. അത് തന്നെയാണ് അതിൻ്റെ സേഫ്റ്റി. ഉണ്ടോ അവിടെ ആദ്യം ഒന്ന് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും ഒരു ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചപ്പുറത്ത് സിംഹമുണ്ട്, നമുക്ക് അതിനെ കൂടി കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. അതിന് കാണാനാണല്ലോ കൂടുതൽ നേരം നമ്മൾ വെയിറ്റ് ചെയ്തത്. സിംഹത്തിനെ കാണാൻ പോവാം. കുറച്ചപ്പുറത്ത് നമ്മുടെ സിംഹം റെഡിയായി നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആശ ഭയങ്കര ചൂടിലാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അതെ ഒന്ന് തുറന്നു തന്നാൽ. ഓ ചോനെ നോട്ടം കണ്ടോ സുഹൃത്തുക്കളെ? കണ്ടോളൂ കണ്ടോളൂ കണ്ടോളൂ. വലിയ ആളിവിടെ ഉണ്ട്, ടൈഗർ മാനു. ഡേറ്റ് ഓഫ് ബർത്ത് എടാ അവൻ്റെ പേരെല്ലാം ഉണ്ടടാ അവിടെ. ടൈഗർ മാനു മെയിലാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 13/1/2007. അപ്പോൾ ചെറിയ മനു എന്ന് വായിച്ചാൽ മതിയോ? മനു മെയിൽ ഉണ്ടോ? മെയിലാണിത്. അപ്പോൾ 2007 ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടോ. അപ്പോൾ ചെറിയ കൊച്ചാണ്, 13 വയസ്സായ യുവാവ് അല്ല 13 വയസ്സായ ടീനേജുകാരനാണിത്. ഇവരുടെ മാനസികാവസ്ഥ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ ഒരു ആലോചിച്ച് കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ സങ്കടമാവും. പക്ഷെ എങ്ങനെയാണ് ഇവരെ പിടിക്കുന്നത്? എങ്ങനെയാണ് പിടിക്കുന്ന? ഒന്നുകിൽ വളർത്ത് ഇവിടെ തന്നെ എന്താ പ്രസവിച്ച് അങ്ങനെ ഉണ്ടായ കുട്ടികളുണ്ടായി ഇവിടെ വളർത്തുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കാട്ടുനിന്ന് പിടിച്ച് കൊണ്ടുവരണാവും. അങ്ങനെ നമ്മൾ കാട്ടിലെ കാഴ്ചയൊക്കെ കണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്, മെല്ലെ ഇറങ്ങി നോക്കുകയാണ്. നമ്മളെല്ലാ സംഭവം കണ്ട് അവിടെ സിംഹം ഉണ്ടായിരുന്നു കേട്ടോ, താഴെ ഉറങ്ങായിരുന്നു, അതുകൊണ്ട് നമ്മൾ കാണിച്ചില്ല. ഓരോ കാര്യങ്ങൾ ഓരോ ജീവിയെ നോക്കാനും വേണ്ടി ഓരോരോ സംഭവങ്ങൾ ഓരോരുത്തരായിട്ട് അലോക്കേറ്റ് ചെയ്തിട്ട് അവർ കൊണ്ടുപോകുന്നതായിട്ട് നല്ലോണം കെയർ ചെയ്യണമുണ്ട്, നല്ല സംരക്ഷിക്കുന്നുണ്ട്. അവരുടെ ആ അസുഖങ്ങളൊക്കെ അവർ ചികിത്സിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ കുറച്ചൊരു സങ്കടമുണ്ട് സുഹൃത്തുക്കളെ, സങ്കടമുണ്ട്. കാരണം ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട ആൾക്കാരല്ല. അതായത് ഇവർ ശരിക്കും ഇവരുടെ നാട്ടിലാണെങ്കിൽ കാട്ടിലാണെങ്കിൽ പറന്ന് ഓടി ചാടി നടക്കേണ്ട ഒരു ഇതിലാണ് അവരൊക്കെ ഉള്ളത്. പക്ഷേ ഈ സിംഹവും കടുവയും എല്ലാം അവരുടെ ഒരു ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു എന്തോ ഒരു ഇടങ്ങാറ്. കാരണം ആ കൂട്ടിനകത്ത് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ ഇടുങ്ങി കഴിയുന്ന കണ്ടിട്ട്. പക്ഷെ മറ്റൊരു നിലക്ക് നോക്കുകയാണെങ്കിൽ മാനുകളൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് മറ്റാക്രമിക്കുന്ന ജന്തുക്കളിൽ നിന്ന് അതിനൊരു സംരക്ഷണമാണ്. അതൊക്കെ ഉണ്ട്. പക്ഷെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കിളികൾക്ക് ഭയങ്കര ഒരു പ്രിസണിൽ അടച്ചിട്ട് ജയിലിൽ അടച്ചിട്ട് പോലെ തന്നെയാണ് അവർക്കൊക്കെ ഉള്ള ഫീലിംഗ്. എന്തായാലും ഒരു നിലക്ക് നല്ലതായിരിക്കും. സൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആഫ്റ്റർ ലോക്ക്ഡൗൺ ഇവിടെ ഓപ്പൺ ആണ്, വരാൻ കഴിയുന്നതാണ്. മാസ്ക് രണ്ട് ഞങ്ങൾക്ക് മൂന്നാക്കും ചീത്ത കിട്ടി. മാസ്ക് കുറച്ചങ്ങ് താത്തി വെച്ചപ്പോൾ നല്ല രീതിയിൽ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സൂ കാണാൻ വരാവുന്നതാണ്. ഒരു കാട്ടിൽ വന്ന ചെറിയൊരു പ്രതീതി നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അല്ലേ? ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ, കാഴ്ചകളൊക്കെ നമ്മൾ കണ്ട് എല്ലാ സ്ഥലത്തേക്ക് പോയി നോക്കി കവർ ചെയ്യാൻ പറ്റുന്നിടത്തൊക്കെ നമ്മൾ കവർ ചെയ്തു. ചില സ്ഥലങ്ങളിൽ നമുക്ക് കറക്റ്റായിട്ട് അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല, കാരണം നല്ല ഡിസ്റ്റൻസിലാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നിന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംഭവങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ നിങ്ങൾ എന്നും തരുന്ന പോലെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടേണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ ഒട്ടും സമയം കളയാതെ